السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ ഫഇന്ന അല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും ഫമൻ റളിയ ഫലഹു الرضا വമൻ സഖിത ഫലഹു അസ്സഖ്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, ഇന്ന ഇളമൽ ജസാഇ, ഒരാൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ ലഭിക്കുക, മഅ ഇളമിൽ ബല, വലിയ പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ അയാൾ ഫേസ് ചെയ്യുമ്പോഴാണ്, അയാൾ അഭിമുഖീകരിക്കുമ്പോഴാണ് അയാൾക്ക് വലിയ വലിയ പ്രതിഫലങ്ങൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ലഭിക്കാനിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇബ്തലാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുകയാണ് ചെയ്യുക. അവർ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ടോ, അതല്ല മറ്റേതെങ്കിലും രൂപത്തിൽ വഴിതെറ്റി പോകുന്നുണ്ടോ, ഈ രൂപത്തിൽ അല്ലാഹു അവരെ പരീക്ഷിക്കുകയാണ് അവരെ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാർ പറയാറുണ്ട്, ആർക്കെങ്കിലും ജീവിതത്തിൽ യാതൊരു പരീക്ഷണമല്ല, നല്ല റാഹത്തായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോവുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ ഈമാനിനെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമൻ റളിയ ഫലഹു അർ-റിള, ആരെങ്കിലും ആ പരീക്ഷണങ്ങളിലൊക്കെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ഫലഹു അർ-റിള, അവന് തൃപ്തി ഉണ്ടാകുന്നതാണ്. വമൻ സഖിത, ആരെങ്കിലും അതിനെ ദേഷ്യപ്പെട്ടാൽ, കോപപ്പെട്ട് കഴിഞ്ഞാൽ ഫലഹു അസ്സഖത്, അവനക്ക് ആ കോപവും ബാക്കിയാകുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തൃപ്തിപ്പെട്ടതാവട്ടെ അല്ലെങ്കിൽ അയാൾ കോപിക്കുന്നതാവട്ടെ, അതുകൊണ്ടൊന്നും അയാൾക്ക് ആ പരീക്ഷണം എന്ത് ചെയ്യില്ല, നീങ്ങിപ്പോവുകയില്ല. നേരെ മറിച്ചുകൊണ്ട് അയാൾ സമ്പൂർണ്ണമായി അള്ളാഹുവിൻ്റെ ആ പരീക്ഷണത്തിൽ തൃപ്തിപ്പെടുകയും നല്ല വാക്കുകൾ സംസാരിക്കുകയും അള്ളാഹുവിനെ കോപപ്പെടുത്തുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ സംസാരിക്കുകയൊക്കെ ഇരിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ റിളയുണ്ടാവും, അയാൾക്ക് അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദറിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിൽ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കൊരിക്കലും അത് മാറുകയില്ല എന്ന് മാത്രമല്ല, അതിന് പുറമെ ദുനിയാവിൽ എന്തായാലും പരീക്ഷിക്കപ്പെട്ടു, നാളെ ആഖിറത്തിലും അതിൻ്റെതായ ശിക്ഷകൾ അയാൾ നേരിടേണ്ടി വരുമെന്നാണ്. മറ്റൊരു ഹദീസിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും, നാളെ ഖിയാമത്ത് നാളിൽ ഒരു പരീക്ഷണവുമില്ലാതെ നല്ല ആഫിയത്തോടു കൂടി സൗഖ്യത്തോടു കൂടി ദുനിയാവിൽ ജീവിച്ച ആളുകൾ, അവർ ഈ ദുനിയാവിൽ പരീക്ഷിക്കപ്പെട്ട ആളുകൾക്ക്, അതിൽ തൃപ്തിപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ കാണുമ്പോൾ ഇവരും ആഗ്രഹിക്കും, ഇതുപോലെ ഞങ്ങളെയും പരീക്ഷിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ ആശയത്തിൽ വരുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരീക്ഷണങ്ങൾ ക്ഷമിക്കാനും അവനെ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.